ഹായ് പറ. ഹായ്. ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹായ് പറയല്ലേ. ഹായ് പറ. ഹായ് ഹായ്. ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഞാൻ പറയട്ടെ, സ്വീറ്റ് പൊറോട്ട, അതായത് സ്വീറ്റ് ന എന്നൊക്കെ പറയുന്നില്ല. ഞങ്ങള് ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഉണ്ടാക്കണത്. അപ്പൊ കഴിക്കൂലേ കൊച്ച്? കൊച്ചു തിന്നൂലേ? അത് സൂപ്പറായിരിക്കും. ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് കാണിച്ചു. അതിന് മൈദ ഇങ്ങനെ ആവശ്യം. 2 കപ്പ് മൈദ എടുത്തിട്ട് ആളല്ലേ ഉണ്ടാക്കാം. 2 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് ഞാനിത് ഒരു 3/4 കപ്പ് പാലും 2 ടീസ്പൂൺ ഈസ്റ്റും പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഞാൻ നേരത്തെ തന്നെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫെർമെൻ്റ് ആവണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് ബട്ടർ കൊടുക്കണം, കുറച്ച് ഉപ്പ് നന്നായിട്ട് കലക്കിയെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്ക് കുഴപ്പമില്ലേ ആ ഒരു പരുവത്തിൽ കുറച്ച് കുഴച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സീൽ ചെയ്ത് വെക്കാം. ഇങ്ങനെ സീൽ ചെയ്ത് വെക്കാം. ഇതൊരു 1 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം. അപ്പം ഇങ്ങനെ ഡബിളായിട്ട് 1 മണിക്കൂറിന് ശേഷം ഇവിടെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കണം. ഒരു പരത്തിയിട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ മടക്കാം. നമുക്ക് ഇതിലോട്ട് പഞ്ചസാര തൂക്കി കൊടുക്കാം. എല്ലാ സ്ഥലത്തും നല്ലവിധം പഞ്ചസാര തൂക്കി കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന് മറ്റേ ടൂട്ടിയാണ് ഇതിന് എടുക്കേണ്ടത്. പക്ഷെ ടൂട്ടി ഉണ്ടാക്കില്ല. അതായത് ഞാൻ കുറച്ച് കാഷ്നട്ടും ബദാമും ചെറിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഈ തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മേലെ വിതറി കൊടുക്കാം. ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ചുരുക്കിയെടുക്കണം. നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇതിങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ പരത്തി കൊടുത്താൽ മതി. ഇങ്ങനെ വെറുതെ പരത്തി മതി. അല്ല ഈ ഒരു ഷേപ്പിൽ ഇട്ടിട്ട് വെച്ചിട്ട് ഇത് മുട്ടയുടെ വെള്ളയും പാലും കൂടെ അടിച്ചതാണ്. ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മീതെ ഇങ്ങനെ നമ്മുടെ സ്വീറ്റ് പൊറോട്ട ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. ബൈ. ടാറ്റാ.